ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങൾ ക്ഷമയായിട്ടൊന്ന് കേൾക്കുക. കാരണം എൻ്റെ ഈ ഫോണിൽ കൈൻമാസ്റ്ററോ പവർ ഡയറക്ടറോ ഒന്നും സപ്പോർട്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതെ നേരെ സ്ക്രീൻഷോട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ആരും കാണാതെ പോകരുത്. ലുക്കിലല്ല കാര്യം, വർക്കില്ല. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക. നമ്മുടെ വീഡിയോ അളക്കെടുക്കാച്ച വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണാതിരിക്കരുത്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർമീ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ അത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തന്നെ അവരുടെ പുതിയൊരു ആപ്ലിക്കേഷനാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 ദിവസമായി. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ചെറിയൊരു റഫർ ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം കാണിക്കാൻ പറ്റും. ഓൾറെഡി എൻ്റെ കയ്യിലുള്ള എല്ലാ നമ്പറും വെച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ആകെ 3 നമ്പറുണ്ട്. അതിലൊന്ന് ഞാൻ ഒറിജിനലായിട്ട് രജിസ്റ്റർ ചെയ്തു, പിന്നെ ബാക്കി 2 ഞാൻ ട്രിക്കിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ 3 തീർന്നു കഴിഞ്ഞു. ഇനിയില്ല എൻ്റെ ഈ നമ്പർ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ കാണിച്ചു തരുന്നത് ലൈവായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ആ പൈസ ആഡ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലോഡായിരിക്കും. പിന്നെ ബാഗ് നല്ലപോലെ കാണും. അതെല്ലാം ക്ഷമിക്കുക. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം. ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ കൺഫർമേഷൻ കോഡ് OTP കൊടുക്കുക, പാസ്വേഡ്, ദെൻ വീണ്ടും പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ രജിസ്റ്റർ ചെയ്യുന്നത് എളുപ്പമാണ്. അതിന് ശേഷം നിങ്ങൾ നേരെ അവരൊരു ചെറിയൊരു ഒരു ഇൻഡു അടിച്ച് കളയേണ്ടതായിട്ട് എന്തോ ഒരു സാധനം പറഞ്ഞാൽ എന്തോ കമ്പനിയെക്കുറിച്ച് എന്തോ ഇത് കാണിക്കും. ഇപ്പോൾ വരുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ അത് നിങ്ങൾ നേരെ ഇൻഡു അടിച്ചാൽ ടാസ്ക് റിസീവ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്. ഞാൻ ഫേസ്ബുക്കിൻ്റെ ചെയ്യുന്നത്. കാരണം ഫേസ്ബുക്കിൻ്റെ ആകുമ്പോൾ അതിൽ നെറ്റൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഒന്നും നോക്കൊന്നും വേണ്ട. ഒരു ദിവസം 2 ടാസ്ക് കിട്ടും. ഏതെങ്കിലും സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ 2 ടാസ്ക് റിസീവ് ചെയ്യുക ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് പല ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചിലത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഇൻസഫിഷ്യൻറ്റ് ടാസ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും അടിയിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും എടുത്താൽ മതി. ചിലത് നേരത്തെ തീർന്നു. ടാസ്ക് ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് എൻ്റെ പ്രോസസ്സിങ്ങിലൊന്നുമില്ല, ഓഡിറ്റിങ്ങിലൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ആയിപ്പോയി. അല്ലാതെ കാണിച്ചു തരാം. ഇപ്പോൾ കംപ്ലീറ്റ് എൻ്റെ 4 കംപ്ലീറ്റഡാണ്. 4 ഇന്നത്തെ 2 ഒരു ഡെയിലി നമുക്ക് 2 ടാസ്കേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ 130 രൂപ ഉണ്ട്. പിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഇൻവൈറ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ക്രോമിൽ തന്നെ നിങ്ങൾ പുതിയ വേറൊരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്യണ്ട. എടുത്ത് അവിടെ പോയിട്ട് നിങ്ങളെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ 45 രൂപ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ആഡ് ആകും. അപ്പം ഇനി വിഡ്രോ ചെയ്യേണ്ട കടിത വിഡ്രോ 500 രൂപയാണ് മിനിമം വിഡ്രോ. അപ്പോൾ എല്ലാ ബാങ്കിലേക്കും അവൈലബിളാണ്. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ഇവിടെ കേരള ഗ്രാമീൺ ബാങ്ക് അങ്ങനത്തെ ചെറിയ ബാങ്കുകളൊന്നും ചിലതിലില്ല. അപ്പോൾ ഇതിൽ അതെല്ലാം അവൈലബിളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം അവൈലബിളാണ്. വിഡ്രോ ചെയ്യാൻ വേണ്ടി മൈ വാലറ്റ് വിഡ്രോ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് 500 രൂപ പ്ലീസ് എൻ്റെ ഫണ്ട് പാസ്വേഡ് എന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും 4 ക്യാപിറ്റൽ അക്ഷരം അടിച്ചിട്ട് പിന്നെ നമ്പർ അടിക്കുക, പിന്നെ 4 ക്യാപിറ്റൽ അടിച്ച് കഴിഞ്ഞാൽ വിഡ്രോ ആയിട്ടും. പിന്നെ ബാങ്ക് കാർഡ് ഫസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 500 രൂപ എത്രയും നമ്പറുണ്ടോ പൈസ ഇടും. പിന്നെ 10 ഫൈവ് ഉള്ളൂ. 10 റഫറിന് 450 അപ്പം തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം ലൂട്ട് ചെയ്യുക. എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് മാക്സിമം ലൂട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ 7 മണിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെർവർ ഡൗൺ ആണെന്നോ എന്തൊക്കെ കാണിക്കും. അപ്പോൾ അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം 7 മണിക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. 9 മണിയൊക്കെ ആകുമ്പോൾ അത് ശരിയാകും. ഞാൻ 9 മണി ആയപ്പോഴേ എൻ്റെ ശരിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ശബ്ദമൊക്കെ കാണും, അതൊക്കെ എല്ലാം ഒന്ന് ക്ഷമിക്കുക. കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക.
ഇത്രയുള്ള വീഡിയോ